പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബികോമിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ബിസിനസ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ, അതിൻ്റെ കോഡിന് വരുന്നത് BCOS 183 ആണ്. അതിന്റെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് ഈ ചാപ്റ്ററിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. വെബ് ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത്, അതിന്റെ വെബ് ബ്രൗസർ, ടൈപ്സ് ഓഫ് വെബ് ബ്രൗസർ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഡോക്സ്, ഫയൽ സ്റ്റോറേജ് ആൻഡ് സിൻക്രണൈസേഷൻ സർവീസ്, സെറ്റിംഗ് അപ്പ് ഓഫ് എ ഗൂഗിൾ അക്കൗണ്ട്, നേവിഗേറ്റിംഗ് ഗൂഗിൾ ഡോക്സ്, ക്രിയേറ്റിംഗ് ന്യൂ ഗൂഗിൾ ഡോക്സ് പ്രോജക്റ്റ്. ഇത്രയും ഭാഗങ്ങളാണ് എടുക്കുന്നത്. ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. വളരെ ഷോർട്ടായിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ്, വാട്ട് ഈസ് വെബ് ആപ്ലിക്കേഷൻ? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. ആസ് ദ ഫ്രണ്ട് എൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അലോ യൂസർ ടു ആക്സസ് ദി ആപ്ലിക്കേഷൻ ഫ്രം എനി ഡിവൈസസ് ആണ്. ഒരു യൂസർക്ക് ഏത് ഡിവൈസസിൽ നിന്നും ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ദേ റൺ ഇൻസൈഡ് എ വെബ് ബ്രൗസറാണ്. ഒരു വെബ് ബ്രൗസർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ നോൺ ആസ് വെബ് ആപ്പ്. വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പറയുന്നതാണ് വെബ് ആപ്പ് എന്ന് പറയുന്നത്. ദി കോമൺ വെബ് ആപ്ലിക്കേഷൻ ആണ് ഇമെയിൽ, ഓൺലൈൻ മാർക്കറ്റ്, ഓൺലൈൻ ഓപ്ഷൻസ്, ഇൻഫർമേഷൻ സെർച്ച്, ഇൻസ്റ്റന്റ് മെസ്സേജിങ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട വെബ് ആപ്ലിക്കേഷൻ. ഇനി എന്താണ് വാട്ട് ഈസ് വെബ് ബ്രൗസർ? എന്താണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, ഡിസൈൻ ടു എനേബിൾ ദി യൂസർ ടു വ്യൂ ആൻഡ് റീഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ്. ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അത് നമുക്ക് യൂസറിന് വ്യൂ ചെയ്യാനും അത് റീഡ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഒക്കെ വ്യൂ ചെയ്യാനും റീഡ് ചെയ്യാനും കഴിയുന്നുണ്ട്. The user can also navigate from one page to another web page with minimum. ഒരു യൂസർക്ക് ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് നേവിഗേറ്റ് ചെയ്യാനൊക്കെ ഏത് സാധിക്കുന്നുണ്ട്? വെബ് ബ്രൗസർ വഴി സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് വെബ് ബ്രൗസർ. ഏതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് രണ്ട് തരം വെബ് ബ്രൗസർ ആണ്. ഒന്ന് ഗ്രാഫിക്കലും, രണ്ട് നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ ആയിട്ടാണ് വരുന്നത്. ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ അലോ യൂസിങ് പോയിന്റ് ആൻഡ് ക്ലിക്ക് മെത്തേഡാണ്. പോയിന്റ് ആൻഡ് ക്ലിക്ക് മെത്തേഡാണ് ടു വ്യൂ, റീഡ് ആൻഡ് ജമ്പ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ. അല്ലേ, ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് ജമ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഗ്രാഫിക്കൽ വെബ് ബ്രൗസറിന് ഉദാഹരണമാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോംസ്, ലിനക്സ്. ഇതൊക്കെയാണ് ഗ്രാഫിക്കലായിട്ടുള്ള വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും. നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കലിൻ്റെ അതേ മെത്തേഡ് അല്ല നോൺ ഗ്രാഫിക്കലിൽ വരുന്നത്. നമുക്കിവിടെ വ്യൂ ചെയ്യാൻ കഴിയുന്നുണ്ട്, റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്, നേവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രം വൺ വെബ് പേജ് ടു അനദർ ആണ്. വെബ് പേജ് കീബോർഡ് ഈസ് യൂസ്ഡ് ടു ഇൻസ്റ്റെഡ് ഓഫ് മൗസ്. മൗസിന് പകരം വെബ് പേജ് കീബോർഡാണ് ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് ഗൂഗിൾ ഡ്രൈവ് എന്നാൽ എന്താണ്? ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഫയൽ സ്റ്റോറേജ് ആൻഡ് സിൻക്രണൈസേഷൻ സർവീസസ് ആണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫയൽ സ്റ്റോറേജ് ആൻഡ് സിൻക്രണൈസേഷൻ സർവീസസ് ആണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഏപ്രിൽ 24, 2012 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഗൂഗിൾ ഡോക്സ്. എന്താണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്? ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രീ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ഇൻ വിച്ച് ഡോക്യുമെന്റ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്. അതായത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡോക്യുമെന്റ്, സ്പ്രെഡ്ഷീറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ ഓൺലൈനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫയൽ ക്യാൻ ബി ആക്സസ് ത്രൂ എ നെറ്റ്വർക്ക് ആണ്. ദാറ്റ് ഈസ് ഇന്റർനെറ്റ് ആണ്. ഫയലൊക്കെ നമ്മൾ ഇന്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വർക്ക് ക്യാൻ ബി പബ്ലിഷ്ഡ് ആസ് എ വെബ് പേജ് ഓർ ആസ് എ പ്രിന്റ് ആണ്. ഒരു പ്രിന്റ് രൂപത്തിൽ വെബ് പേജ് രൂപത്തിലാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ എടുക്കാനുള്ളത് ഫയൽ സ്റ്റോറേജ് ആൻഡ് സിൻക്രണൈസേഷൻ സർവീസസ് ആണ്. ഫയൽ സ്റ്റോറേജ് ആൾസോ കാൾഡ് ഫയൽ ലെവൽ ഓർ ഫയൽ ബേസ്ഡ് സ്റ്റോറേജ് ആണ്.
ഫയൽ ലെവൽ അല്ലെങ്കിൽ ഫയൽ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്. ദാറ്റ് സ്റ്റോർ ഡാറ്റ ഇൻ എ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ. ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ, ഹയറാർക്കിക്കൽ ആയിട്ടുള്ള രൂപത്തിൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ് ഫയൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ദി ഡാറ്റ ഈസ് സേവ്ഡ് ഇൻ ഫയൽ ആൻഡ് ഫോൾഡർ. ഫയൽ സ്റ്റോറേജിൽ ഡാറ്റ സേവ് ചെയ്യുന്നത് ഫയൽ രൂപത്തിലും ഫോൾഡർ രൂപത്തിലാണ്. ഇനി ഫയൽ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് ഈസ് എ മെത്തേഡ് ഓഫ് കീപ്പ് എ ഫയലാണ്. അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഫയൽ കീപ്പ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ് ഫയൽ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ആർ സ്റ്റോർഡ് സെവറൽ ഡിഫറെന്റ് ഫിസിക്കൽ ലൊക്കേഷൻ. വ്യത്യസ്ത തരമായിട്ടുള്ള ഫിസിക്കൽ ലൊക്കേഷനിലാണ് ഫയൽ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഫയൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അത് 2 വേ ആകാം അല്ലെങ്കിൽ 1 വേ ആകാം എന്നുള്ളതാണ്. അപ്പോൾ 2 വേ സിങ്ക്രണൈസേഷനും 1 വേ സിങ്ക്രണൈസേഷനും തമ്മിൽ വ്യത്യാസം എന്താണ്? 2 വേ സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷൻ ആയിട്ടുള്ള സിങ്ക്രണൈസേഷൻ ആണ്, അല്ലെങ്കിൽ ബോത്ത് വേ സിങ്ക്രണൈസേഷൻ എന്ന് പറയും. ഫയൽ ആർ എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് ഇൻ ബോത്ത് ലൊക്കേഷൻ. 2 ലൊക്കേഷനിലേക്ക് ഫയൽ ചേഞ്ച് ചെയ്യും. അതാണ് 2 വേ സിങ്ക്രണൈസേഷൻ. The 2 locations are considered like ഒരേപോലെ 2 ലൊക്കേഷനും 2 ഡയറക്ഷനും ഒരേ പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് ഇതിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? എ ഫയൽ ഈസ് ന്യൂവർ ഇൻ ലൊക്കേഷൻ എക്സ്, ഇറ്റ് വിൽ ബി കോപ്പി ടു വൈ ആണ്. ഒരു ഫയൽ എക്സിലുള്ള ഒരു ന്യൂവർ ആയിട്ടുള്ള ഒരു ഫയൽ വൈയിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് വൈയിലുള്ളത് എങ്ങോട്ട് കോപ്പി ചെയ്യുന്നുണ്ട്? എക്സിലേക്കും കോപ്പി ചെയ്യുന്നത്. ഇതേപോലെ എക്സിലുള്ള ഒരു ഫയൽ വൈയിലേക്ക് എക്സിന് ഡിലീറ്റ് ചെയ്യുമ്പോൾ വൈയിലും ഡിലീറ്റ് ചെയ്യുന്നു, വൈയിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ എക്സിലും ഡിലീറ്റ് ചെയ്യും. ഇങ്ങനെ രണ്ടിനും ഒരേ രീതിയിൽ 2 ഡയറക്ഷൻ ഒരേ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് 2 വേ സിങ്ക്രണൈസേഷൻ. ഇനി അടുത്ത 1 വേ സിങ്ക്രണൈസേഷൻ ആണ്. ഇതിന് ഫയൽ മിററിംഗ് അല്ലെങ്കിൽ ഫയൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫയൽ ബാക്കിംഗ് എന്നൊക്കെ പറയും. അണ്ടർ ഇറ്റ് ഫയൽ ആർ എക്സ്പെക്ട് ടു ചേഞ്ച് 1 ലൊക്കേഷൻ ആണ്. ഒരു ലൊക്കേഷനിൽ മാത്രം ഇവിടെ ഫയൽ ചെയ്യുള്ളൂ. 2 വേയിലാകുമ്പോൾ 2 ലൊക്കേഷനിലും ചേഞ്ച് ചെയ്യും. 2 ലൊക്കേഷൻ ആർ നോട്ട് കൺസെപ്റ്റ്. ഉദാഹരണമായി പറയുന്നത് ഫയൽ ന്യൂവർ ഇൻ ലൊക്കേഷൻ വൈ. ലൊക്കേഷൻ വൈലുള്ള ഫയൽ ഇറ്റ് വിൽ നോട്ട് ബി കോപ്പി ടു ലൊക്കേഷൻ എക്സിലേക്ക് കോപ്പി ചെയ്യാൻ കഴിയില്ല, കോപ്പി പേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എക്സിലുള്ളത് വൈയിലേക്കും വൈയിലുള്ളത് എക്സിലേക്ക് കോപ്പി ചെയ്യാൻ കഴിയില്ല. അതേപോലെ എക്സിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് വൈയിൽ ഡിലീറ്റ് ആവില്ല, അല്ലെങ്കിൽ വൈയിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ എക്സിൽ ഡിലീറ്റ് ആവില്ല. ഇങ്ങനെയുള്ള പ്രോസസ്സാണ് 1 വേ സിങ്ക്രണൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് സെറ്റിംഗ് അപ്പ് ഓഫ് എ ഗൂഗിൾ അക്കൗണ്ട്. എങ്ങനെയാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാന്നുള്ളത്? അതിന് 8 സ്റ്റെപ്സ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ ആക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. യൂട്യൂബ്, ഗൂഗിൾ പ്ലേ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ചാറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിവിടെ യൂസർ നെയിമും പാസ്വേഡും ആണ് സാധാരണ സൈൻ ചെയ്യാൻ, ജിമെയിലായി ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ 8 സ്റ്റെപ്പ്, ഒരു ഗൂഗിൾ അക്കൗണ്ട് സെറ്റ് ചെയ്യാൻ 8 സ്റ്റെപ്പിൽ ഒന്നാമത്തെ ഗൂഗിൾ സൈനപ്പ് ആണ്. ഗൂഗിൾ സൈനപ്പ് പേജിലേക്ക് പോവുക. പേജ് നമ്പർ പ്രിഫർ വെബ് ബ്രൗസർ അല്ലേ? നമ്മൾ വെബ് ബ്രൗസറിൽ ആ പേജ് നമ്മൾ പ്രിഫർ ചെയ്യുക. എൻ്റർ ദി ഫസ്റ്റ് നെയിം, നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ആ പേജ് ഓപ്പൺ ചെയ്യുക. രണ്ടാമത്തെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം എന്നൊക്കെ കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ടൈപ്പ് ദി മൊബൈൽ നമ്പർ കൊടുക്കുക. റിക്കവർ ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ ചോദിക്കും, അത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. 4ാമത്തെ സ്റ്റെപ്പിൽ. 5ാമത് യുവർ ഫസ്റ്റ് യൂസർ നെയിം ചോയ്സ് ഇസ് ടേക്ക്. ഫസ്റ്റ് യൂസർ നെയിം നമുക്ക് ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് യൂസർ നെയിം കാണും. അതിൽ നമുക്ക് ആവശ്യമുള്ള യൂസർ നെയിം സെലക്ട് ചെയ്യുക. പിന്നെ ക്ലിക്ക് കൊടുക്കുക. എൻ്റെ യുവർ ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക. പിന്നെ ഗൂഗിളിൻ്റെ കണ്ടീഷൻ ഉണ്ടാവില്ല, ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഐ എഗ്രി വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലേ? ഈ പറയുന്ന കാര്യങ്ങളും പ്രൈവസി പോളിസീസും ഒക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണോ? യെസ് ആണ് യെസ് കൊടുക്കുക. എഗ്രി നോട്ട് എഗ്രി ആണ് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി അടുത്താണ് നേവിഗേറ്റിംഗ് ഗൂഗിൾ ഡോക്സ് ആണ്. എന്താണ് നേവിഗേറ്റിംഗ് ഗൂഗിൾ ഡോക്സിൽ വരുന്നത്? ടു നേവിഗേറ്റ് ദ ഗൂഗിൾ ഡസ് വൺ has to visit to docs google.com, clicking on the link Google Doc ആണ്. Window will appear on the computer screen ആണ്. അപ്പോൾ google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഡോക്ക് വരും. ഫസ്റ്റ് നമ്മൾ സൈൻ അപ്പ് ചെയ്യണം. യൂസർ നെയിമും പാസ്വേഡൊക്കെ ഇമെയിൽ ID ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് കോർണറിൽ നമുക്ക് സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ കാണാം. ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്, ഗൂഗിൾ ഡ്രൈവ്, ഇതൊക്കെ നമ്മൾ നേവിഗേറ്റ് ഗൂഗിൾ ഡോക്സിൽ കാണുന്നതാണ്. ഈ ഗൂഗിൾ ഡോക്സ് ഉപയോഗിക്കുന്നത് ക്രിയേറ്റ് ചെയ്യാൻ, ലോക്ക് ചെയ്യാൻ, സേവ് ചെയ്യാൻ, ഡോക്യുമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ലോക്ക് ചെയ്യുക, സേവ് ചെയ്യാനാണ്. ഇറ്റ് പ്രൊവൈഡ് വേരിയസ് ടെംപ്ലേറ്റ്സ് ആണ്. ലൈക്ക് റെസ്യൂം ഷെരീഫ്, റെസ്യൂം കോറൽ, ലെറ്റർ എക്സ്പെരിമെൻറ്റ്, പ്രൊജക്റ്റ് പ്രപ്പോസൽ, ടോപ്പിക്, ബ്രൗച്ചർ, ജിയോമെട്രിക് റിപ്പോർട്ട്, ഇതൊക്കെ ഏതിൽ വരും? ഗൂഗിൾ ഡോക്സിൽ കാണാൻ കഴിയും.
ഇതേപോലെ ഗൂഗിൾ ഷീറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് സെൽ ഫോർമുല അല്ലെ എക്സലിൽ വരുന്ന സെൽ ഫോർമുലാസ് വരും ഫോണ്ട് മോസ്റ്റ് ഡെസ്ക് ടോപ്പ് സ്പ്രെഡ്ഷീറ്റ് പാക്കേജ് ദി ഫങ്ഷൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ഫോർമുലകൾ ക്രിയേറ്റ് ചെയ്യാനും ദാറ്റ് മാനിപ്പുലേറ്റ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് സ്ട്രിംഗ് നമ്പറുകൾ. പിന്നെ ഗൂഗിൾ സ്ലൈഡുകൾ വരും. ഗൂഗിൾ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ ആണ്. എഡിറ്റർ ഇൻ ദി ഗൂഗിൾ ഡോക്സിലുള്ള ഒരു പ്രസൻറ്റേഷൻ ആണ്. പിന്നെ ഗൂഗിൾ ഫോം വരും. വിത്ത് ഗൂഗിൾ ഫോം വൺ ക്യാൻ ക്രിയേറ്റ് ആൻഡ് അനലൈസ് സർവേസ് റൈറ്റ് ഇൻ ദയർ മൊബൈൽ ഒരു വെബ് ബ്രൗസർ. പിന്നെ ഗൂഗിൾ ഡ്രൈവ് വരും. പ്രൊവൈഡ് ഫയൽ സ്റ്റോറേജ് സിങ്ക്രണൈസേഷൻ സർവീസ് ഇതൊക്കെയാണ് ഗൂഗിൾ ഡ്രൈവിൽ വരും. ഇനി നമുക്ക് എടുക്കുന്നത് ക്രിയേറ്റ് ന്യൂ ഗൂഗിൾ ഡോക്സ് പ്രോജക്റ്റ്. എങ്ങനെയാണ് ഒരു ന്യൂ ഗൂഗിൾ ഡോക്സ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇമ്പോർട്ട് ക്രിയേറ്റ് എഡിറ്റ് ആൻഡ് അപ്ഡേറ്റ് ഡോക്യുമെന്റ് സ്പ്രെഡ്ഷീറ്റ് ഇൻ വേരിയസ് ഫോൺസ് ആൻഡ് ഫയൽ ഫോർമാറ്റ് കമ്പൈൻ ടെക്സ്റ്റ് വിത്ത് ഫോർമുല ഇൻ ടാബ്ലറ്റ്സ് ആൻഡ് ഇമേജസ്. ടു ക്രിയേറ്റ് എ ന്യൂ ഗൂഗിൾ ഡോക്സ് പ്രോജക്റ്റ്, ഒരു പുതിയൊരു ഗൂഗിൾ ഡോക്സ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഗോ ടു ഡോക്സ് ആണ്. ഗൂഗിൾ ഡോക്സിൽ പോകുക, ഗൂഗിൾ ഡ്രൈവർ ഓപ്ഷൻ എടുക്കുക, ക്ലിക്ക് ന്യൂ കൊടുക്കുക, ഗൂഗിൾ ഷീറ്റ് വരും, അതിൽ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എടുക്കുക. പിന്നെ ക്ലിക്ക് അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് ആൻഡ് എൻ്റർ എ ന്യൂ ടൈറ്റിലാണ് ഫോർ യുവർ പ്രൊജക്റ്റ് പ്ലാൻ. പിന്നെ ആഡ് കോളം ഹെഡർ, ആഡ് കണ്ടന്റ് ടു ദി ഷീറ്റ്, ട്രാക്ക് ദി പ്രൊജക്റ്റ് പ്ലാന്. പിന്നെ ആഫ്റ്റർ യു ഷെയർ ദി ഷീറ്റ് അതർ പീപ്പിൾ ക്യാൻ ആഡ് കണ്ടന്റ് ആസ് വെൽ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ചോദിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. വലിയ ചാപ്റ്ററാണ്, പകുതി ഭാഗം എടുത്തു കഴിഞ്ഞു. ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഇതിനു വേണ്ടി വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും അഡ്മിഷനുകൾക്കും ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ NISന്റെ SSLC +2 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.